Hello my dear students, I am Mohammed Zamil, auditing faculty for CA, CMA and ACCA. Today we are going to discuss the topic Company Audit. Companies Act 2013 പ്രകാരം ടോട്ടൽ 13 സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സെക്ഷൻ 138 തൊട്ട് സെക്ഷൻ 148 വരെ, സെക്ഷൻ 177 ആൻഡ് സെക്ഷൻ 204. ഈ സെക്ഷൻസ് എല്ലാം വളരെ സിമ്പിളായി 4 പാർട്ട് വീഡിയോസ് ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവുക. എക്സാം വ്യൂ പോയിന്റിൽ ഫോർ CMA ഇന്റർ സ്റ്റുഡൻസിന് 20 to 25 മാർക്സ് വരെ ഈ സെക്ഷൻസ് ചോദിക്കാം. ആൻഡ് ഫോർ CA ഇന്റർ സ്റ്റുഡൻസിന് 10 to 15 മാർക്ക് വരെ ഇത് ചോദിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. രണ്ട് കാര്യങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക. കമ്പനിയാണോ ഓഡിറ്റിംഗ് നിർബന്ധമാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് പോയിട്ട് പ്രിപ്പയർ ചെയ്യലല്ല, ഓൾറെഡി അവിടെ അക്കൗണ്ട്സ് ഉണ്ടാവും, അത് പോയിട്ട് കറക്റ്റാണോ ചെക്ക് ചെയ്യൽ പ്രോസസ്സാണ് ഓഡിറ്റിംഗ്. സോ ഫോർ എക്സാമ്പിൾ ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു പബ്ലിക് കമ്പനി ഉണ്ട്. കമ്പനിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഈ എക്സാമ്പിളിൽ കമ്പനിക്ക് 10 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് 300 പേരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓഡിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കമ്പനിയിൽ? കാരണം കമ്പനിയിൽ ഫുൾ ടൈം ഉണ്ടാവുക ഈ 10 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ 300 ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പനീസ് ആക്ട് നിർബന്ധമായിട്ടും എല്ലാ കമ്പനീസിനും ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. സോ എന്തൊക്കെ ടോപ്പിക്കാണ് നമ്മളിവിടെ പഠിക്കുന്നത്? സോ നമുക്കൊരു കാര്യം മനസ്സിലായി, കമ്പനിയാണോ ഓഡിറ്റ് വേണ്ടേ? അപ്പോൾ ആരാണ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യുക? അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ, ഇതാണ് സെക്ഷൻ 139 പറയുന്നത്. ഇനിയിപ്പോൾ ഒരു ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിറ്റർ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ആ ഓഡിറ്റർക്ക് റിസൈൻ ചെയ്ത് പോകാൻ പറ്റുമോ? അപ്പോൾ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് ഉണ്ട്? ഇതാണ് സെക്ഷൻ 140 പറയുന്നത്. ഇനി ആരെയാണ് നമ്മൾ ഓഡിറ്ററായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്? അതിൻ്റെ എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, ഇതാണ് സെക്ഷൻ 141 പറയുന്നത്. ഇനി ഓഡിറ്റർക്ക് റിമ്യൂണറേഷൻ കൊടുക്കണ്ടേ? ഇതാണ് സെക്ഷൻ 142 പറയുന്നത്. ഓഡിറ്റർക്ക് എന്തെല്ലാം പവേഴ്സ്, ഫങ്ഷൻസ് അല്ലെങ്കിൽ പവേഴ്സ്, ഡ്യൂട്ടീസ് ഉണ്ട്, ഇതാണ് സെക്ഷൻ 143 പറയുന്നത്. പിന്നെ സെക്രട്ടറി ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ഓഡിറ്റുമായി റിലേറ്റഡ് ആയ ടേംസുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ 139 അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്. ഒരു കമ്പനിയിൽ ആരാണ് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്? അത് 3 കേസായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് കേസ് പറയുന്നത് ഒരു കമ്പനിയിലെ ഫസ്റ്റ് ഓഡിറ്ററെ ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്. അടുത്തത് സബ്സീക്വൻറ്റ് ഓഡിറ്ററെ ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്. തേർഡ് കേസ് കാഷ്വൽ വാക്കൻസി. സോ 3 കേസടാ. നിങ്ങൾ വിചാരിക്കുക, ഒരു കമ്പനിയാണ്, ഒരു കമ്പനി പുതിയതായിട്ട് ഇൻകോർപ്പറേഷൻ ചെയ്തിട്ട് സ്റ്റാർട്ടിങ് സമയത്ത് ഫസ്റ്റ് ഓഡിറ്ററെ ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുക? ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്തതിന് ശേഷം ഓരോ വർഷങ്ങൾ ഉണ്ടാവില്ലേ, സബ്സിക്വൻറ്റ് ഓഡിറ്ററെ ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്. തേർഡ്, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും വാക്കൻസി വരും. കാഷ്വൽ വാക്കൻസി പറഞ്ഞാൽ ഓഡിറ്റർ ഡെത്ത്, ഓഡിറ്റർ മരിച്ചുപോയി, അല്ലെങ്കിൽ ഓഡിറ്റർ റിമൂവൽ, റിസൈനേഷൻ, ഈ കേസിലൊക്കെ ആരാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക? ആരാണ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ആര് അപ്പോയിൻമെൻറ്റ് ചെയ്യും, ഏത് സമയത്താണ് ചെയ്യേണ്ടത്? ആര് അപ്പോയിൻമെൻറ്റ് ചെയ്യും, ഏത് സമയത്താണ് ചെയ്യേണ്ടത്? ആൻഡ് വൺ മോർ തിങ്, നമ്മൾ കമ്പനി ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട് 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗവൺമെൻറ് കമ്പനി, അടുത്തത് അതർ ദാൻ ഗവൺമെൻറ് കമ്പനി. അപ്പോൾ ഓരോ കേസിലും നമ്മൾ 2 കേസ് പഠിക്കാനുണ്ടാവും. അതായത് ഫസ്റ്റ് ഓഡിറ്റർ ഗവൺമെൻറ് കമ്പനിയിൽ ആര് അപ്പോയിൻമെൻറ്റ് ചെയ്യും, അതർ ദാൻ ഗവൺമെൻറ് കമ്പനിയിൽ ആര് അപ്പോയിൻമെൻറ്റ് ചെയ്യും. സബ്സിക്വൻറ്റ് ഓഡിറ്റർ അതർ ദാൻ ഗവൺമെൻറ് കമ്പനിയിൽ ആര് അപ്പോയിൻമെൻറ്റ് ചെയ്യും, ഗവൺമെൻറ് കമ്പനിയിൽ ആര് അപ്പോയിൻമെൻറ്റ് ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ഓഡിറ്റർ അതർ ദാൻ ഗവൺമെൻറ് കമ്പനിയിൽ ആര് അപ്പോയിൻമെൻറ്റ് ചെയ്യും. അതർ ദാൻ ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനിയൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കാരണം കമ്പനിയിൽ ഒരു പുതിയൊരു കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്തിട്ട് വിത്തിൻ 30 ഡേയ്സിനുള്ളിലായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. ഇൻ കേസ് ബോർഡ് ഫെയിൽസ് എന്ന് പറയുന്നുണ്ട്, അതായത് ബോർഡ് 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ആ കേസിൽ ആരുടെ കയ്യിൽ വരും? ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ 90 ഡേയ്സിൽ എന്ത് ചെയ്യണം? അപ്പോയിൻമെൻറ്റ് ചെയ്യണം. ഒന്നുകൂടെ പറയുന്നു, ഫസ്റ്റ് ഓഡിറ്ററെ ബോർഡ് വിത്തിൻ 30 ഡേയ്സിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. ബോർഡ് ഫെയിൽസ് ആയി കഴിഞ്ഞാൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് 90 ഡേയ്സിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം? ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. നമ്മൾ പറയുന്ന സെക്ഷൻ 139 അല്ലേ? 139 ഫസ്റ്റ് ഓഡിറ്റർ, 39 അല്ലേ? 30, 90. ഞങ്ങൾക്കൊരു തമ്പ് റൂൾ പറഞ്ഞുതരാം. തമ്പ് റൂൾ എന്താ പറഞ്ഞാൽ, ബോർഡാണോ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എവിടെയെല്ലാം വരുന്നുണ്ടോ 30 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എവിടെയെല്ലാം അപ്പോയിൻമെൻറ്റ് വരുന്നുണ്ടോ അവിടെ എല്ലാം എന്തായിരിക്കും? 30 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, ഇതോടെ എന്ത് കഴിഞ്ഞു? അതർ ദാൻ ഗവൺമെൻറ് കമ്പനി കഴിഞ്ഞു. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ഗവൺമെൻറ് കമ്പനി. ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് കമ്പനിയിൽ C&G ഒരാളുണ്ട്,
കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, C&AG. ഒരു ഗവൺമെൻറ് പോസ്റ്റാണ്. ഗവൺമെൻറ് കമ്പനിയിൽ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത് C&AG ആയിരിക്കും. ഓക്കെ ആണോ? എത്ര ദിവസത്തിനുള്ളിൽ ആരെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക? C&AG. എത്ര ദിവസത്തിനുള്ളിൽ? വിത്തിൻ 60 ഡേയ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഒരു കമ്പനി പുതിയതായിട്ട് തുടങ്ങിയിട്ട് 60 ഡേയ്സിനുള്ളിലായിട്ട് C&AG ഫസ്റ്റ് ഓഡിറ്റർ ഗവൺമെൻറ് കമ്പനിയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യും. ഇവിടെയും സെയിം കേസ്. C&AG എന്താവും? ഫെയിൽ. C&AG എന്താവും? ഫെയിൽ. C&AG ഫെയിൽ ആയാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും? വിത്തിൻ 30 ഡേയ്സിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ബോർഡാണോ 30 ഡേയ്സ്. ഇനി എന്താവും? ബോർഡും എന്താവും? ഫെയിലാവും. ബോർഡ് ഫെയിലായി കഴിഞ്ഞാൽ മെമ്പേഴ്സ് വിത്തിൻ 60 ഡേയ്സ്. സോ ഒന്നുകൂടെ പറയുന്നു, ഫസ്റ്റ് C&AG വിത്തിൻ 60 ഡേയ്സ്. C&AG ഫെയിൽ ആയാൽ ബോർഡ് 30 ഡേയ്സ്. ബോർഡും ഫെയിൽ ആയാൽ മെമ്പേഴ്സ് 60 ഡേയ്സ്. ഇതോടെ ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ ടോപ്പിക് തീർന്നു. ഫസ്റ്റ് ഓഡിറ്റർ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതർ ദാൻ ഗവൺമെൻറ് കമ്പനി 30-90. 60-30-60. ഇതോടെ ഫസ്റ്റ് ഓഡിറ്റർ തീർന്നു. ഇനി ഫസ്റ്റ് ഓഡിറ്ററെ കമ്പനിയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തതിന് ശേഷം സബ്സിക്വൻ്റ് ഓഡിറ്റർ പറയും. സബ്സിക്വൻ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഡിറ്ററിന് ചെയ്തതിന് ശേഷം ഓരോ വർഷങ്ങളുണ്ടല്ലോ, ആ സമയത്ത് അതർ ദാൻ ഗവൺമെൻറ് കമ്പനിയിൽ ആരാണ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്? ഗവൺമെൻറ് കമ്പനിയിൽ ആരാണ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്? ഇൻ കേസ് ഓഫ് അതർ ദാൻ ഗവൺമെൻറ് കമ്പനി എല്ലാ വർഷവും AGM ഉണ്ടാവും. AGM എന്ന് പറഞ്ഞാൽ ആനുവൽ ജനറൽ മീറ്റിംഗ്. ഈ സമയത്ത് മെമ്പേഴ്സ് എവിടെ വരും? കമ്പനിയിൽ വരും. ആ AGM-ൽ എന്ത് ചെയ്യണം? മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ എല്ലാ വർഷവും AGM-ന്ന് മെമ്പേഴ്സ് ആയിരിക്കും സബ്സീക്വൻ്റ് ഓഡിറ്ററെ അതർ ദാൻ ഗവൺമെൻറ് കമ്പനിയിൽ എന്ത് ചെയ്യേണ്ടത്? അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്. ഇവിടെ അടുത്ത കേസ് പറഞ്ഞാൽ ഗവൺമെൻറ് കമ്പനി. ഞാൻ പറയില്ല, ഗവൺമെൻറ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ആളാരാ? ഗവൺമെൻറ് കമ്പനിയാണോ? ഫസ്റ്റ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് C&AG. അതായത് നേരത്തെ പറഞ്ഞല്ലോ C&AG തന്നെ. എപ്പോഴാണ് സബ്സീക്വൻ്റ് ഓഡിറ്റർ ഗവൺമെൻറ് കമ്പനി ചെയ്യേണ്ടത്? 180 ഡേയ്സ്. എന്ത് 180 ഡേയ്സ്? എവിടുന്ന് 180 ഡേയ്സ്? 180 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ഒരു വർഷം തുടങ്ങിയിട്ട് 180 ഡേയ്സിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം? C&AG അപ്പോയിൻമെൻറ്റ് ചെയ്യണം. 180 ഡേയ്സ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 6 മന്ത്സ് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഇയർ 1920 ആണെങ്കിൽ, അപ്പോൾ ഏപ്രിൽ തൊട്ടിട്ട് 180 ഡേയ്സിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം? ആ വർഷത്തെ ഓഡിറ്റർ ആര് അപ്പോയിൻമെൻറ്റ് ചെയ്യണം? C&AG. ഇതോടെ 2 കേസ് കഴിഞ്ഞു. ഫസ്റ്റ് ഓഡിറ്റർ കഴിഞ്ഞു, സബ്സിക്വൻ്റ് ഓഡിറ്റർ കഴിഞ്ഞു. തേർഡ് കേസ് വി ആർ ഡിസ്കസിങ് കാഷ്വൽ വാക്കൻസി. ഞാൻ പറഞ്ഞു നമ്മുടെ കമ്പനിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് എങ്ങനെ വരുന്നത്? ഒന്നില്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്തു? ഡെത്ത്. ഓഡിറ്റർ മരിച്ചുപോയി. ഇല്ലെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്തു? നമ്മൾ റിമൂവ് ചെയ്തു. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഓഡിറ്റർ റിസൈൻ ചെയ്തു പോയി. ഈ സമയത്തൊക്കെ ആരാണ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്? ഈ കേസിലും 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അതർ ദാൻ ഗവൺമെൻറ് കമ്പനി, അടുത്തത് ഗവൺമെൻറ് കമ്പനി. അതർ ദാൻ ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ, കാരണം ഫുൾ ടൈം കമ്പനിയിൽ ആരുണ്ടാവുക? ബോർഡ് വിത്തിൻ 30 ഡേയ്സ്. ഞാൻ നേരത്തെ തമ്പുറോട് പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എവിടെല്ലാം വരുന്നുണ്ടോ 30 ഡേയ്സ് ആയിരിക്കും. സോ അതർ ദാൻ ഗവൺമെൻറ് കമ്പനിയിൽ ഫുൾ ടൈം ആരവിടെ ഉണ്ടാവുള്ളൂ? ഡയറക്ടേഴ്സ് അല്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലേ? സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും വിത്തിൻ 30 ഡേയ്സിൽ എന്ത് ചെയ്യണം? ക്യാഷ് ആൻഡ് വാക്കൻസി സമയത്ത് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യണം. അടുത്ത കേസ് പറയുന്നത് ഗവൺമെൻറ് കമ്പനിയാണോ? ആരെ ഫസ്റ്റ് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുക? C&AG. ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ C&AG വിത്തിൻ 30 ഡേയ്സിൽ എന്ത് ചെയ്യണം? ഓഡിറ്ററെ ക്യാഷ് വാക്കൻസി ഫില്ല് ചെയ്യണം. ഇഫ് C&AG ഫെയിൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ബോർഡ് 30 ഡേയ്സിൽ എന്ത് ചെയ്യണം? C&AG ഫെയിൽ ആവുകയാണെങ്കിൽ ബോർഡ് വിത്തിൻ 30 ഡേയ്സിൽ എന്ത് ചെയ്യണം? അപ്പോയിൻമെൻറ്റ് ചെയ്യണം. ഒരു നോട്ടായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നോട്ട് ഇൻ കേസ് ഓഫ് റിസഗ്നേഷൻ. കമ്പനിയിൽ ഇപ്പോൾ ഓഡിറ്റർ റിസൈൻ ചെയ്തിട്ടാണ് ക്യാഷ് വാക്കൻസി വരുന്നുണ്ടെങ്കിൽ ആരെ ചെയ്യണം? ബോർഡ് തന്നെ എന്ത് ചെയ്യണം? അപ്പോയിൻമെൻറ്റ് ചെയ്യണം. പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യണം? മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് 3 മന്ത്സിനുള്ളിലായിട്ട് എന്ത് ചെയ്യണം? കമ്പനിയിൽ നിന്ന് മെമ്പേഴ്സിന് എന്നൊരു അപ്രൂവൽ വാങ്ങിക്കണം. ഇതോടെ സെക്ഷൻ 139 ഫുള്ളായിട്ട് തീർന്നു. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുക. സെക്ഷൻ 139 ക്ലാസിഫൈഡ് ഇൻടു 3. ഫസ്റ്റ് ഓഡിറ്റർ, സബ്സിക്വൻ്റ് ഓഡിറ്റർ, ക്യാഷ്വൽ വാക്കൻസി. ഫസ്റ്റ് ഓഡിറ്റർ ക്ലാസിഫൈഡ് ഇൻടു 2. അതർ ദാൻ ഗവൺമെൻറ് കമ്പനി. അതർ ദാൻ ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ബോർഡ് വിത്തിൻ 30 ഡേയ്സ്. ബോർഡ് ഫെയിൽ ആവുകയാണെങ്കിൽ മെമ്പേഴ്സ് വിത്തിൻ 90 ഡേയ്സ്. സെക്ഷൻ 139 നോർത്താൽ മതി. സോ ഫസ്റ്റ് 30-90 കിട്ടും. അടുത്തത് എന്താണ്? 60-30-60. ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ആരായിരിക്കും മെയിൻ? C&AG വിത്തിൻ 60 ഡേയ്സ്. C&AG ഫെയിൽ ആവുകയാണെങ്കിൽ ബോർഡ് വിത്തിൻ 30 ഡേയ്സ്. ബോർഡ് ഫെയിൽ ആവുകയാണെങ്കിൽ മെമ്പേഴ്സ് വിത്തിൻ 60 ഡേയ്സ്. സബ്സിക്വൻ്റ് ഓഡിറ്റർ ആണെങ്കിൽ 2 കാര്യങ്ങൾ പഠിക്കണം കേട്ടോ. ആരെ ചെയ്യേണ്ടത്? സബ്സിക്വൻറ്റിൽ ആരെ ചെയ്യേണ്ടത്? മെമ്പേഴ്സ്. എപ്പോഴാണ് ചെയ്യേണ്ടത്? AGM എന്ന്. ഇനി ഗവൺമെൻറ് കമ്പനി ആണെങ്കിലോ C&AG. ആരെ ചെയ്യേണ്ടത്? C&AG. ഏത് സമയത്ത്? വിത്തിൻ 180 ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ആൻഡ് തേർഡ് കേസ് ക്യാഷ് വാക്കൻസി സമയത്ത് അതർ ദാൻ ഗവൺമെൻറ് കമ്പനിയിൽ ആരാണ്? ബോർഡാണോ? 30. ഇൻ കേസ് ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ C&AG 30. C&AG ഫെയിൽ ആവുകയാണെങ്കിൽ
എന്ത് ചെയ്യും? ബോർഡ് വിത്തിൻ 30 days. പിന്നെ ഒരു പോയിന്റ് പറയുന്നത് എന്താ? റിസൈനേഷൻ സമയത്ത് ബോർഡ് തന്നെ എന്ത് ചെയ്യണം? ബോർഡ് അപ്പോയിൻമെൻറ്റ് ചെയ്യും. പക്ഷേ കമ്പനീൻ്റെ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ വേണം വിത്തിൻ 3 months. ഇതോടെ സെക്ഷൻ 113 എന്ത് ചെയ്യൂ? നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് സെക്ഷൻ 141, എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ആരാണ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്, ഏത് സമയത്തിനുള്ളിലാണ് ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്യേണ്ടത്. ഈ ടോപ്പിക് പറയുന്നത് ആരെയാണ് നമ്മൾ ഓഡിറ്ററായിട്ട് ചെയ്യേണ്ടത്, അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്. സെക്ഷൻ 141 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്ഷൻ 141 സബ്സെക്ഷൻ 1 പറയുന്നത് അതിൻ്റെ എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ. ഹീ മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഒരു CA കാരന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹീ മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. അടുത്ത പറയുന്നത് എന്താണ്? ഇൻ കേസ് ഓഫ് ഫേമിൻ്റെ കേസാണെങ്കിൽ മെജോറിറ്റി ഷുഡ് ബി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇൻ ഇന്ത്യ. അതായത് ഇൻ കേസ് ഓഫ് ഫേമിൻ്റെ കേസിൽ എടാ ഒരു ഫേം ആണെങ്കിൽ ഒന്നിലധികം ആൾക്കാരുണ്ടാവുമല്ലോ, പാർട്ണർഷിപ്പ് ഫേം. അവിടെ മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യണം? CA കാരായിരുന്ന മാത്രമുള്ളവർക്ക് കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഫോർ CMA സ്റ്റുഡൻസിന് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. സെക്ഷൻ 148 കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ CMA കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ സെക്ഷൻ 204 സെക്രട്ടറിയൽ ഓഡിറ്റ് ചെയ്യാൻ CS കമ്പനി സെക്രട്ടറിക്ക് മാത്രമേ പറ്റുള്ളൂ. സോ കം ബാക്ക് ടു ഡിസ്കഷൻ. സെക്ഷൻ 141 സബ്സെക്ഷൻ 1 പറയുന്നത് എലിജിബിലിറ്റിയിൽ ഹി മസ്റ്റ് ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. CA കാരന് മാത്രമേ പറ്റുള്ളൂ. ഇനി ഫേം ആണ് എന്ത് ചെയ്യണം? മെജോറിറ്റി എന്ത് ചെയ്യണം? മെജോറിറ്റി മെമ്പേഴ്സ് പാർട്ണേഴ്സ് എന്തായിരിക്കണം? CA കാരായിരിക്കണം ഇൻ ഇന്ത്യ. അതിൻ്റെ അർത്ഥം ACCA CPA പുറത്ത് CA കാർക്ക് പറ്റൂല. ഇന്ത്യൻ CA കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് സെക്ഷൻ 141 സബ്സെക്ഷൻ 2 പറയുന്നത് ഇൻ കേസ് ഓഫ് ഫേം ആൻഡ് LLP സൈനിങ് ഷുഡ് ബി CA. എടാ ഫേമിൻ്റെ കേസിനും LLPൻ്റെ കേസിനും വർക്ക് എടുക്കുമല്ലോ. എടാ ഒരു ഓഡിറ്റ് ഫേം ഉണ്ട്. ആ ഓഡിറ്റ് ഫേമിൽ കമ്പനി ഓഡിറ്റ് എടുക്കുമ്പോൾ സൈൻ ചെയ്യേണ്ടത് ആരായിരിക്കണം? CA കാരനായിരിക്കണം എന്ന്. ജസ്റ്റ് സെയിം പോയിന്റ് തന്നെ പറയുന്നത്. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 141 സബ്സെക്ഷൻ 3 ഡിസ്ക്വാളിഫിക്കേഷൻ. സെക്ഷൻ 141 സബ്സെക്ഷൻ 3 ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റർ. എടാ ആരെല്ലാം ഈവൻ ദോ അവൻ CA കാരായിരുന്നാലും അവനെന്താവും? ഈ താഴെ പറയുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവനെന്താവും? ഡിസ്ക്വാളിഫൈ ആയി പോകും. ദാറ്റ് മീൻസ് ഹീ ഈസ് നോട്ട് എലിജിബിൾ ഫോർ എ ഓഡിറ്റ്. അതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എ ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ LLP. ബോഡി കോർപ്പറേറ്റ് എന്താണ്? ഡിസ്ക്വാളിഫൈ ആയി പോയി. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഒരു കമ്പനിക്ക് വേറൊരു കമ്പനി എന്ത് ചെയ്യാൻ പറ്റൂല? ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. LLPക്ക് പറ്റും. അതർ ദാൻ LLP എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണ്? LLPക്ക് പറ്റും. പക്ഷെ ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു കമ്പനിക്ക് വേറൊരു കമ്പനീനെ ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് CA ഫേംസ് നിങ്ങൾക്ക് എല്ലാവരും ഓഡിറ്റ് ഫേം എന്ന് വെക്കും. ആ ഫേം എന്നൊരു ടേം കോമൺ ആയത്. അടുത്ത പറയുന്നത് എന്താണ്? ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. എടാ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയിലെ ഓഫീസർ ഉണ്ടല്ലോ, ഏതെങ്കിലും ഡയറക്ടേഴ്സ് ഓഫീസേഴ്സ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ വലിയ കമ്പനീസൊക്കെ എന്തുണ്ടാവും? CA കാരനെ ഒരു എംപ്ലോയി ആയിട്ട് എടുക്കുന്നുണ്ടാവും. ഈവൻ ദോ അവർ CA കാരനാണ്, കമ്പനീൻ്റെ എംപ്ലോയി ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല? അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. അടുത്ത പറയുന്നത് എന്താണ്? പാർട്ണർ ഓർ എംപ്ലോയി ഓഫ് ബി എന്ന് പറഞ്ഞാൽ തൊട്ട് മേലത്തെ പോയിന്റ്. എന്താ മേലത്തെ പോയിന്റ്? ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി എന്ന് പറഞ്ഞല്ലോ. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കമ്പനി ഉണ്ട്, ABC ലിമിറ്റഡ്, പബ്ലിക് കമ്പനിയാണ്. അവിടെ ഓഫീസേഴ്സ് ഉണ്ട്. അവിടുത്തെ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ABC ലിമിറ്റഡ് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ പറയുന്നത് അവിടുത്തെ എംപ്ലോയീസിന് എന്ത് ചെയ്യാൻ പറ്റൂല? ABC ലിമിറ്റഡ് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത എന്താ പറയുന്നത്? ഈ ഓഫീസർ ഉണ്ടല്ലോ, ഈ ഓഫീസർക്ക് പാർട്ണർ ഉണ്ടാവും. പറഞ്ഞത് മനസ്സിലായില്ല? ABC എന്നുള്ള കമ്പനിയിൽ ഓഫീസേഴ്സ് ഉണ്ടല്ലോ, ആ ഓഫീസർക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അല്ല ഓഫീസറിൻ്റെ പാർട്ണർക്കും എന്ത് ചെയ്യാൻ പറ്റൂല? കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. അതുപോലെ എംപ്ലോയി ആണെങ്കിൽ തന്നെ ആ എംപ്ലോയിൻ്റെ പാർട്ണർ അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ എംപ്ലോയിക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റൂല? സിംപ്ലി കമ്പനിയുമായി ബന്ധപ്പെട്ട ആർക്കും അവരെ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ LLP. സെക്കൻഡ് പോയിന്റ് ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. തേർഡ് പോയിന്റ് എ പാർട്ണർ ഓർ എംപ്ലോയി ഓഫ് മേലെ പറഞ്ഞ പോയിന്റ് ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. അടുത്ത ശ്രദ്ധിക്കണം, ഇൻഡെപ്റ്റ്നെസ് ഗ്യാരണ്ടി സെക്യൂരിറ്റി. ഇൻഡെപ്റ്റ്നെസ് 3 വേർഡ് പഠിക്കുക. ഇൻഡെപ്റ്റ്നെസ് ഗ്യാരണ്ടി സെക്യൂരിറ്റി. ശ്രദ്ധിക്കണം, 2 പാർട്ടീസ് ഉണ്ട്. ഒരു പാർട്ടി ഓഡിറ്റർ. ഇവിടെ കമ്പനി ഓഡിറ്റർക്ക് അല്ലെങ്കിൽ ഓഡിറ്റർ പാർട്ണർ അല്ലെങ്കിൽ ഓഡിറ്റർ റിലേറ്റീവിന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഓഡിറ്റർ പാർട്ണറോ അല്ലെങ്കിൽ ഓഡിറ്റർ റിലേറ്റീവിനോ എവിടെ? കമ്പനിയിലോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനിയിൽ ഒരു റിലേഷനും പറ്റൂല. എങ്ങനത്തെ റിലേഷനാണ് പറയുന്നത്? ഇൻഡെപ്റ്റ്നെസ്, അതായത് എന്തെങ്കിലും ഇടപാട്
ഡെപ്റ്റ് ഉണ്ട്. എത്ര? 5 lakhിൻ്റെ മേലെ പറ്റൂല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം 5 lakh വരെ എന്ത് ചെയ്യുക, ഇവർക്ക് പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ആർക്കൊക്കെ? പാർട്ണർ റിലേറ്റീവിന്. എവിടെ? സി എന്ന് പറഞ്ഞാൽ കമ്പനി ഹോൾഡിംഗ് അസോസിയേറ്റ് സബ്സിഡറി ഇല്ലുസ്ട്രേഷൻ ഉണ്ട്, അതുകൊണ്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓഡിറ്റർ, ഞാൻ പറഞ്ഞല്ലോ ഓഡിറ്റർ, അല്ലെങ്കിൽ ആരാ? റിലേറ്റീവ്, അല്ലെങ്കിൽ ആരാ? പാർട്ണർക്ക്. എവിടെ? ഇൻഡെപ്റ്റഡ്, കടമുണ്ട്, അല്ലെങ്കിൽ ഗ്യാരണ്ടി, സെക്യൂരിറ്റി. എവിടെ? കമ്പനിയിലോ ഹോൾഡിംഗ് കമ്പനിയിലോ സബ്സിഡറി കമ്പനിയിലോ അസോസിയേറ്റ് കമ്പനിയിലോ ഉണ്ടെങ്കിൽ അവരെന്താവും? ഡിസ്ക്വാളിഫൈഡ് പോകും. പക്ഷെ ഒരു നമ്പേഴ്സ് ലിമിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. എത്രയാണ് നമ്പർ പഠിക്കാനുള്ളത്? ഫസ്റ്റ് 5 lakh വരെ. ഇൻഡെപ്റ്റ്നസ് ആണെങ്കിൽ 5 lakh വരെ പ്രശ്നമില്ല. ഗ്യാരണ്ടി ആണെങ്കിൽ 1 lakh. ഗ്യാരണ്ടി ആണെങ്കിൽ 1 lakh. തേർഡ് ശ്രദ്ധിക്കണം, ഹോൾഡ് സെക്യൂരിറ്റി. ഓഡിറ്റർക്കോ പാർട്ണർക്കോ 1 രൂപയുടെ സെക്യൂരിറ്റി പോലും, ഒരു ഷെയർ പോലും ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഹോൾഡ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, റിലേറ്റീവിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഓഡിറ്റർ റിലേറ്റീവിന് വേണമെങ്കിൽ 1 lakh വരെ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റും. സോ ഒന്നുകൂടെ പറയുന്നു, ഓഡിറ്റർക്കോ ഓഡിറ്റർ പാർട്ണറിനോ ഓഡിറ്റർ റിലേറ്റീവിനോ ഇൻഡെപ്റ്റ്നസ് എവിടെ? കമ്പനിയിൽ അല്ലെങ്കിൽ ഹോൾഡിംഗ് സബ്സിഡറി അസോസിയേറ്റ് എത്ര വരെ പറ്റും? 5 lakh വരും. അടുത്ത പോയിന്റ്, ഗ്യാരണ്ടി ആണെങ്കിൽ 1 lakh വരെ പറ്റും. തേർഡ്, സെക്യൂരിറ്റി ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റൂല, പക്ഷേ ഫേസ് വാല്യൂ 1 lakh വരെ എന്ത് ചെയ്യാം? റിലേറ്റീവിന് ഹോൾഡ് ചെയ്യാം. സോ അടുത്ത പറയാം, ആരാണ് റിലേറ്റീവിൻ്റെ ഡെഫിനേഷൻ? സിമ്പിളായിട്ട് മനസ്സിലാക്കുക. സ്പൗസ്, റിലേറ്റീവ് ഫസ്റ്റ് വരുന്നത് സ്പൗസ് വരുന്നുണ്ട്. പിന്നെ ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, സണ്ണ് വൈഫ്, ഡോട്ടർ ഹസ്ബൻഡ്. ഓക്കെ ആണോ? സോ ഇവിടെ സ്റ്റെപ്പ് വരുന്നുണ്ട്. ഫാദർക്ക് സ്റ്റെപ്പ് വരുന്നുണ്ട്, മദർക്ക് സ്റ്റെപ്പ് വരുന്നുണ്ട്, സണ്ണ് സ്റ്റെപ്പ് വരുന്നുണ്ട്, ബ്രദർ ആൻഡ് സിസ്റ്റർക്ക് സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇതോടെ ഫസ്റ്റ് 4 പോയിന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ തീർന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് പോയിന്റ്, 5th പോയിന്റ്, എ പേഴ്സൺ ഹാവിംഗ് ബിസിനസ് റിലേഷൻ വിത്ത് കമ്പനി ഹോൾഡിംഗ് അസോസിയേറ്റ് സബ്സിഡറി. എടാ ഓഡിറ്റർക്ക് ഉണ്ടല്ലോ, ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ഷെയർ ഇല്ല, ഡെപ്റ്റ് ഒന്നുമില്ല, പക്ഷെ എന്തൊരു ബിസിനസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് അവർ തമ്മിൽ. അപ്പോൾ ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഓഡിറ്റ് ചെയ്യാൻ പറ്റൂല. അടുത്ത് പറയുന്നത്, ഹൂസ് റിലേറ്റീവ് ഈസ് ഡയറക്ടർ ഓർ KMP. എടാ ഓഡിറ്റ് ചെയ്യാൻ പോകുന്ന ഓഡിറ്റർ ഉണ്ടല്ലോ, ഓഡിറ്റർ റിലേറ്റീവ് ആ കമ്പനിയിൽ എന്താണ്? ഡയറക്ടറോ അല്ലെങ്കിൽ KMP പറഞ്ഞാൽ കീ മാനേജറൽ പേഴ്സൺ, അങ്ങനെയാണെങ്കിലും ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത് പറയുന്നത്, ഹൂ ഈസ് ഇൻ ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ്. എടാ ഓഡിറ്റർ എവിടെയെങ്കിലും ഒരു കമ്പനിയിൽ ഫുൾ ടൈം ആയിട്ട് അവിടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓഡിറ്റർക്ക് പറ്റൂല. നെക്സ്റ്റ് 20 നമ്പർ ഓഡിറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്യേണ്ട. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും? 141(3) നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അടുത്ത പോയിന്റ്, കൺവിക്റ്റഡ് ബൈ കോർട്ട് ഫോർ ഫ്രോഡ് ആൻഡ് 10 years നോട്ട് എലാപ്സ്ഡ്. എടാ ഓഡിറ്റർ എന്തെങ്കിലും ഫ്രോഡ് ചെയ്തിട്ട് കോടതി വിധിച്ചു, 10 വർഷം കഴിഞ്ഞിട്ടില്ല, എന്നാൽ എന്ത് ചെയ്യാൻ പറ്റൂല? 10 വർഷം ലാപ്സ് ചെയ്താൽ പ്രശ്നമല്ല, അതിൻ്റെ അർത്ഥം 10 വർഷം വരെ ബാൻ എന്ന് പറയില്ലേ, 10 വർഷം വരെ ബാൻ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഹിംസെൽഫ്, ഓഡിറ്റർ ഹിംസെൽഫ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എൻഗേജ്ഡ് ഇൻ 144 സർവീസസ്. ഓഡിറ്റർക്ക് കമ്പനിയിൽ 144 സർവീസ് ചെയ്തിട്ടുണ്ട്. ആര്? ഓഡിറ്റർ കമ്പനിയിൽ 144 സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ഡിസ്ക്വാളിഫൈ പോകും. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, സാറേ എന്താണ് 144 സർവീസ്? അതൊരു 9 ടൈപ്പ് സർവീസ് ഉണ്ട്. ആ സെക്ഷൻ 144 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ എന്താണത് 144 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇതോടെ ഫസ്റ്റ് പാർട്ട് തീർന്നു. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് സെക്ഷൻ 139 അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ്, ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ സെക്ഷൻ 141 എക്സ്പ്ലെയിൻ ചെയ്തു. ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യുന്നു. സെക്ഷൻ 139 അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് ക്ലാസിഫൈഡ് ഇൻടു 3. ഫസ്റ്റ് ഓഡിറ്റർ, സബ്സീക്വൻറ്റ് ഓഡിറ്റർ, കാഷ്വൽ വേക്കൻസി. ഫസ്റ്റ് ഓഡിറ്റർ ആണെങ്കിൽ 30-90, 60-30-60. 30-90 എവിടെയാണ്? ബോർഡാണോ? 30 ഓർമ്മയുണ്ടോ? 90 ആരാണ്? മെമ്പേഴ്സ്. ഓക്കെ ആണോ? C&AG ആണെങ്കിൽ 60-30-60 ഗവൺമെൻറ് കമ്പനി പറഞ്ഞു. പിന്നെ നമ്മളെന്താ പറഞ്ഞത്? സബ്സീക്വൻറ്റ് ഓഡിറ്ററിൻ്റെ കേസ് ആണെങ്കിൽ AGM ആയിരിക്കും മെമ്പേഴ്സ് അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അതുപോലെ പറഞ്ഞാൽ 180 കേസ് പറഞ്ഞു. C&AG ആണെങ്കിൽ 180 കേസ് പറഞ്ഞു. സോ കാഷ്വൽ വാക്കൻസി ആണെങ്കിൽ 30 days എന്ന് നമ്മൾ പറഞ്ഞു. കാഷ്വൽ വാക്കൻസിയിൽ ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ C&AG 30 days, ഗവൺമെൻറ് കമ്പനിയിൽ ഫെയിൽ ആവുകയാണെങ്കിൽ 30 days എല്ലാം പറഞ്ഞു. സോ ഒന്നുകൂടെ നോക്കുക. That's all regarding section 139. നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഏതായിരുന്നു? സെക്ഷൻ 141 എലിജിബിലിറ്റി ആയിരുന്നു. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഹി മസ്റ്റ് ബി എ CA കാരനായിരിക്കണം. സെക്കൻഡ് എന്താണ്? മെജോറിറ്റി ഷുഡ് ബി CA. അടുത്ത എന്താ പറഞ്ഞത്? സൈനിങ് ഷുഡ് ബി CA. ഡിസ്ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് എടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്ക്വാളിഫിക്കേഷനിൽ ഫസ്റ്റ് പോയിന്റ് എന്താ? ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ LLP. പിന്നെ ഓഫീസർ, എംപ്ലോയി. തേർഡ് എന്താ പറഞ്ഞത്? പാർട്ണർ ഓഫ് എംപ്ലോയി ഓഫ് B എന്ന് പറഞ്ഞു. പിന്നെ ഇൻഡെപ്റ്റ്നസ്, ഗ്യാരണ്ടി, സെക്യൂരിറ്റി.
5 lakh, 1 lakh, nil. But relative can hold up to face value of 1 lakh. പിന്നെ റിലേറ്റീവ് ഡെഫിനിഷൻ പറഞ്ഞു. നെക്സ്റ്റ് കോമൺ പോയിന്റ് ആയിട്ട് ബിസിനസ് റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു. പിന്നെ ഹൂസ് റിലേറ്റീവ്സ് ഡയറക്ടർ KMP പറഞ്ഞു. ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് പറഞ്ഞു. പിന്നെ കോർട്ട് എന്തെങ്കിലും ഫ്രോഡ് കേസ് ഉണ്ടെങ്കിൽ 10 വർഷം വരെ പറ്റൂല, 10 വർഷം വരെ ബാൻ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് പോയിന്റ് 144 സർവീസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ എന്താവും, ഡിസ്ക്വാളിഫൈ പോകും. ഇതോടെ സെക്ഷൻ 139 ആൻഡ് സെക്ഷൻ 141 കംസ് ടു ആൻ എൻഡ്. ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്, യു ക്യാൻ ആസ്ക് മീ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.